പല ആൾക്കാരും പറയാറുണ്ട് നാട്ടിൽ ക്രിപ്റ്റോയെക്കുറിച്ചൊക്കെ നെഗറ്റീവാണ്. യെസ്, നെഗറ്റീവ് ഉള്ളതുകൊണ്ടാണ് കമ്പനി ഇത്രയും രൂപ നമുക്ക് റെഫറൽ കമ്മീഷൻ തരുന്നതിൻ്റെ കാരണം. ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്ത് അതിനകത്ത് എത്ര കൂടുതൽ ആൾക്കാരെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നു, അതാണ് നമ്മുടെ ബിസിനസ്. അത് നമ്മൾ കൂടുതൽ മാർക്കറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ കൂടുതൽ നോ കേൾക്കേണ്ടി വരും. എവിടെയാണെങ്കിലും ക്ഷമ വേണ്ടി വരും. ട്രേഡ് ചെയ്യണമെങ്കിലും ക്ഷമ വേണം. ക്ഷമയില്ലാത്തവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എവിടെയാണെങ്കിലും ക്ഷമ, കൺസിസ്റ്റൻസി എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, പഠിക്കുക. കാരണം ട്രേഡിങ്ങിൻ്റെ സ്കില്ല് നമുക്ക് ഈ രാവിലെ ക്ലാസ്സിൽ വന്ന് അറ്റൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ സ്വയം പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വന്നാലും ഇവിടെ ആരും പൈസ പോകത്തില്ല. മിസ്റ്റേക്ക് വരുന്നെങ്കിൽ വന്നോട്ടെ, മിസ്റ്റേക്ക് വന്നിട്ട് നാളെ വന്ന് നമ്മൾ ഷെയർ ചെയ്ത് കാണുക. എപ്പോഴും ഫെയിലിയറിനെ നമ്മൾ പേടിക്കരുത്. ഫെയിലിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അത് ഗ്രോത്തിലേക്കുള്ള നമ്മുടെ സ്റ്റെപ്പിംഗ് സ്റ്റോണാണ്. ഫെയിലിയർ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ പൈസ പോകുമെന്ന് പേടിച്ചിരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരും, അല്ലെങ്കിൽ യാതൊരു സെൻസും ഇല്ലാതെ പർച്ചേസ് ചെയ്യുന്നത്, രണ്ടും ശരിയല്ല. കാരണം നമുക്ക് ഒരു സർട്ടൺ ലെവൽ ഓഫ് റിസ്ക് എടുത്താൽ എന്തിനും, പ്രത്യേകിച്ച് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി ഉള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. ചെറിയ ഒരു സർട്ടൺ ലെവൽ ഓഫ് റിസ്ക് എടുക്കാതെ ഒരു ബിസിനസ്സും വളർത്താൻ പറ്റില്ല. ഇവിടെ ആരെങ്കിലുമൊക്കെ വളർന്നിട്ടുണ്ടെങ്കിൽ, അല്ലാതെ സേഫ് സോണിൽ നിന്ന് എനിക്കൊരു കുഴപ്പമില്ലാതെ ഒരു ബിസിനസ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ, ഒരു കുഴപ്പമില്ലാതെ സേഫായിട്ട് നിന്ന് അങ്ങനെ ആഗ്രഹിക്കാം നമുക്ക്, പക്ഷെ നടക്കില്ലെന്ന് മാത്രം. അതായത് റിസ്ക് എടുത്ത് ചെറിയൊരു ലെവലിലെങ്കിലും, ഇവിടെ ഒരു റിസ്ക്കും ഇല്ല, ഒരു രൂപ പോലും പോകത്തില്ല, ഒറ്റ രൂപ പോലും ഒരാളുടെ പോലും പോയിട്ടില്ല. നിങ്ങൾ എത്ര പൈസ കിട്ടോ നിങ്ങളുടെ അക്കൗണ്ടിലാണ്, നിങ്ങൾക്ക് എപ്പോൾ വിഡ്രോ ചെയ്യുക നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. അത് വേറെ ആർക്കും പൈസ കൊണ്ടുപോകാൻ ഇവിടെ ഒന്നുമില്ല. നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവനും പൈസ അടിച്ചു പാറ്റിക്കൊണ്ട് പോകുന്ന സ്കീമുകൾ, അത് അങ്ങനെ ആൾക്കാരുടെ പൈസ പോവാതിരിക്കാനുള്ള ആക്ടിവിറ്റിയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. നാട്ടിൽ പല ആൾക്കാരും സ്കാമുകളൊന്നും പോയി പെടാതിരിക്കുക, നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒന്നും ഒരു സ്കാമിനോ തട്ടിപ്പിനകത്ത് പോയി പെടാതിരിക്കാനുള്ള അവയർനെസ് പ്രോഗ്രാമാണ് നമ്മൾ നടത്തുന്നത്. അതൊരു മഹത്തരമായ കാര്യമാണെന്നും വിശ്വസിച്ച് നമ്മൾ പ്രൊമോട്ട് ചെയ്യുക. അല്ലാതെ നമ്മൾ കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിലാണ് ഇതിനേക്കാളൊക്കെ വളരെ ഫാസ്റ്റ് മണി ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇതിനേക്കാൾ ഫാസ്റ്റായിട്ട് പൈസ കിട്ടുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളിലാണ്. പക്ഷേ എത്ര കാലം കിട്ടുമെന്നും എത്ര കാലം നമ്മുടെ ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെയൊക്കെ പൈസ നമ്മൾ വഴി കളഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാർക്ക് അത് ചെയ്യാം, അല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച് അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ വലിയൊരു മഹത്തരമായ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ ചെയ്യുക. എപ്പോഴും നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഇൻസിഡൻസ് നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവും. നമ്മൾ ആൾക്കാരെ അപ്രോച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവ് കിട്ടും. അപ്പോൾ എപ്പോഴും നമ്മളോട് ചോദിക്കുക, നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും. ചില ആൾക്കാർ നിസ്സാര നെഗറ്റീവ് ഒരു ഉള്ളിൽ വന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആയി പോകും. അതൊരിക്കലും വരാതിരിക്കുക. അപ്പോൾ എപ്പോഴും നമ്മുടെ ചിന്തകളിലുള്ള 100% കൺട്രോൾ നമുക്കുണ്ടാവണം. എപ്പോഴും നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കണം, ഇടയ്ക്ക്. ഇതൊരു ദിവസം തന്നെ പല പ്രാവശ്യം ചോദിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക. ഞാനിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ എൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുമെന്ന് സ്വയം നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കണം. ഈ ചോദ്യത്തിന് ഉത്തരം യെസ് ആണെങ്കിൽ മാത്രം ഇത് പ്രാക്ടീസ് ചെയ്യുക. വളരെ നല്ലതാണ്. ഞാനൊക്കെ എപ്പോഴും ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്നെ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുമോ എന്ന് നമ്മൾ സ്വയം ഒരു ദിവസം തന്നെ പല പ്രാവശ്യം ചോദിക്കുക നമ്മളോട് തന്നെ. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പം അതിൻ്റെ ഉത്തരം യെസ് ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഉത്തരം യെസ് ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ള ചിന്തകളാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, ഒന്നും പേടിക്കേണ്ട, മുമ്പോട്ട് തന്നെ പോവുക. അല്ല, ഉത്തരം നോ ആണെങ്കിൽ എന്നെ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുമോ എന്നൊരു ചിന്തയാണോ ഞാനിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തരം നോ ആണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുക, വീണ്ടും തിരിച്ച് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ള ചിന്തകളിലേക്ക് വരും. ഇത് സക്സസ് എന്ന് പറയുന്നത് ഒരു പ്രാക്ടീസ് ചെയ്ത് നമ്മളെ കോച്ച് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഏത് വിഷയത്തിലും വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ ആദ്യം മെൻ്റലി നമ്മൾ കോച്ച് ചെയ്തെടുക്കണം. വലിയ സക്സസ് ഉണ്ടാക്കിയിരിക്കുന്ന സ്പോർട്സിലും ഗെയിംസിലും ഒക്കെ നിൽക്കുന്ന ആൾക്കാർ മൈൻഡ് വർക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റിയിലല്ല, മൈൻഡ് വർക്ക്. അത് പ്രത്യേകിച്ച് രാവിലെയുള്ള സമയം. ഇപ്പം പല ആൾക്കാർക്കും തോന്നാറുണ്ട് ബ്രെയിൻ വാഷ്. നിങ്ങൾ കേട്ടിട്ടുള്ള വാക്കാണ് ബ്രെയിൻ വാഷ് ചെയ്യുക. തീർച്ചയായിട്ടും ആരെങ്കിലും ബ്രെയിൻ വാഷ് ചെയ്യാൻ നമ്മൾ ബോധപൂർവ്വം പോയി ഇരുന്ന് കൊടുത്തില്ലെങ്കിൽ വേറെ ആരെങ്കിലും കയറി നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യും. നമ്മുടെ ബ്രെയിൻ ചുമ്മാ ഇരിക്കാൻ പോകുന്നില്ല ഒരിക്കലും. നമ്മുടെ ബ്രെയിനെ ആരെങ്കിലും കയറി വാഷ് ചെയ്യും. അത് ഏറ്റവും മോശമായിട്ടുള്ള ആൾക്കാരാണ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും, അൺഫോർച്ചുനേറ്റ്ലി. കാരണം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ വളർച്ചയെക്കുറിച്ച് പറയുന്ന വാഷ് ചെയ്യുന്നവർ വളരെ കുറവാണ്. ബാക്കി നമുക്ക് പുറത്ത് ഈസിയായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് മുഴുവൻ നെഗറ്റീവായിട്ട് വാഷ് ചെയ്യുന്ന സംഭവങ്ങളാണ്. നമ്മുടെ ജീവിതം മോശമാക്കാനുള്ള വാഷിങ്ങാണ് കൂടുതലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും ബ്രെയിൻ വാഷിങ് വളരെ ആവശ്യമാണ്. നമ്മൾ സക്സസ്സിന് ബ്രെയിൻ വാഷ് ചെയ്യണം. ആ ബ്രെയിൻ വാഷ് ചെയ്യുന്നത് നല്ല സാധനം വെച്ചിട്ട് വാഷ് ചെയ്യണം.